പ്രാർത്ഥിച്ചത്. എൻഡോളജിയിൽ തന്നെ 1 വർഷം എടുത്തു അതിലേക്കൊന്ന് ക്ലിയർ ആവാൻ. ഇനിയും എനിക്കൊരു വർഷം കഴിയാൻ വളരെ വളരെ സങ്കടമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് പത്രം മേടിച്ചിട്ട് പോയി. ആ പത്രം വിതരണം ചെയ്ത് എനിക്ക് പിറ്റേ ദിവസം മെയിൽ വന്നേക്കുവാണ് എന്റെ CGFNS പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി, വെരിഫൈഡ് ആയി. അതിനുശേഷം എനിക്ക് പെട്ടെന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കിട്ടി, എലിജിബിൾ ആണ്. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു ക്യാപ്പ് പ്രോഗ്രാം ചെയ്യണം. അതാണ് ഏറ്റവും മുൻകൂട്ടിയത്. കാരണം ക്യാപ്പിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാത്തിലും ഇൻടേക്ക് ഫുള്ളാണ്. ജാനുവരി വരെയുള്ള ഇൻടേക്ക് ഫുള്ളാണ്. അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനിയും ഞാൻ എങ്ങനെയാണ് ഒരു വർഷം ഇതിനു വേണ്ടി കഴിയുക? ഇനി ജാനുവരി വരെ വെയിറ്റ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ അതിന് ഒട്ടും സാധ്യമായിട്ട് കാണുകയല്ല. അങ്ങനെ ഓഗസ്റ്റിലോട്ട് എന്റെ ഏജൻസി എന്നോട് പറഞ്ഞു ഒരു ഇൻടേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ അത് 3 month ആണ് ക്യാമ്പ് പ്രോഗ്രാം ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു 3 month ആണെങ്കിലും റെഡി ആയിട്ടുണ്ടല്ലോ. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ ഏജൻസിയിൽ പറഞ്ഞു ഇല്ല, നമുക്കൊരു രീതിയിലും ഇന്ത്യയിൽ പറ്റുന്നില്ല, എല്ലാവർക്കും ഫുള്ളായി ജാനുവരിയിൽ നോക്കാമെന്നാണ് പറയുന്നത്. ഓഗസ്റ്റ് പോയി ഒക്ടോബർ കഴിഞ്ഞു, ജാനുവരിയിൽ നമുക്ക് നോക്കാമെന്ന രീതിയായി. ഞാൻ അന്ന് സത്യം പറഞ്ഞ 2-3 ഒരാഴ്ചത്തോളം ഉറങ്ങിയിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ ഞാൻ മാതാവിന്റെ കാശോട് വെച്ച് പ്രാർത്ഥിച്ച് രാത്രി ഞാൻ പ്രതീക്ഷ പ്രാർത്ഥന ചെയ്തി. എനിക്ക് ക്യാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്റെ മനസ്സിലോട്ട് വരും. കാരണം അതാകുമ്പോൾ നമുക്ക് 6 weeks ഉള്ളൂ, 3 months ഒന്നും വേണ്ട. 6 weeks കഴിഞ്ഞ നഴ്സായിട്ട് നമുക്ക് നേരെ കയറാം. അപ്പോൾ ഞാൻ ഈ കാശിനെ വെച്ച് പ്രതീക്ഷയുടെ പ്രാർത്ഥന ചെയ്ത് അവർക്ക് ഒരു മെയിൽ അയച്ചു. ഓൾറെഡി ഞാൻ അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റിപ്ലൈ വന്നു ജാനുവരി മുന്നോട്ടുള്ള ഇന്ത്യക്ക് വരെ ക്ലോസ് ആണ്. എന്നാലും ഞാൻ മാതാവിന്റെ കാശിനെ വെച്ച് വിശ്വാസപ്രമാണം ചെയ്ത് പ്രതീക്ഷയുടെ പ്രാർത്ഥന ചെയ്തിട്ട് ഞാൻ ഒരു മെയിൽ അയച്ചു. അത്ഭുതമെന്ന് പറയാം, അന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അവർക്ക് മെയിൽ വന്നേക്കുവാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടോ ഓഗസ്റ്റ് ഇന്ത്യയിലേക്ക്? ഞാൻ അന്ന് റിപ്ലൈ കൊടുത്തില്ല. നേരെ ഇവിടെ വന്നു കാശിനെ വെച്ച് പ്രാർത്ഥിച്ചു. ആ മൊബൈൽ ഫോൺ ഞാൻ മെയിൽ തുറന്ന് ഞാൻ ഇവിടെ വെച്ച് മാതാവിനെ വെച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് അവരുടെ ഓഫറുകൾ പറഞ്ഞു ഓഗസ്റ്റ് 25th എല്ലാം റെഡിയായി. അപ്പോൾ ഏജൻസിയിൽ നിന്ന് എന്നോട് പറയുവാണ് അത് ശരിക്കും ലക്കാണ്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾക്ക് ഇന്ത്യക്ക് റെഡിയാവുള്ളൂ. പിന്നെ ഞാൻ അവരോട് ഡയറക്റ്റ് പറഞ്ഞത് ലക്കല്ല, അതെനിക്ക് എന്റെ മാതാവ് തന്നതാണ് ഓഗസ്റ്റിലോട്ട് പോകാനുള്ള ഒരു അവസരം. അതെല്ലാം കഴിയും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് വിസയാണ്. അപ്പൊ എന്നോട് ഇത്രയും അടുത്തു, നമുക്ക് ഇനി എങ്ങനെയാണ് വിസ കിട്ടാം? ഏജൻസിയിൽ പറഞ്ഞാൽ ന്യൂസിലായിട്ട് വിസ ഇത്തിരി ലേറ്റ് ആവാറുണ്ട്. അപ്പൊ നമുക്ക് ഓഗസ്റ്റ് 25th മുമ്പ് എങ്ങനെ വിസ കിട്ടും? ഞാൻ പറഞ്ഞു അത് കിട്ടും, എനിക്ക് മാതാവ് തരും. അതുപോലെ തന്നെ മാതാവ് എനിക്ക് തന്നു. അത് എനിക്ക് തന്നത് 5 ദിവസത്തിനുള്ളിലാണ് എന്റെ വിസ ശരിയായി. അത് എല്ലാവർക്കും എന്റെ ഏജൻസിയിൽ തന്നെ ഇതായിരുന്നു. കാരണം 5 ദിവസത്തിനുള്ള എന്റെ വിസ റെഡിയായി. അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വിസ മെഡിക്കലിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്ത് 2 ദിവസം ആയപ്പോഴേക്കും എനിക്ക് പണിയായി. അപ്പൊ എനിക്ക് വളരെ ടെൻഷനായി. എന്റെ ബ്ലഡ് വാല്യൂസ്, എന്റെ എക്സ്റേ, ഇതെല്ലാം മെഡിക്കലി ഞാൻ ഫിറ്റ് ആയിരിക്കുമോ? അപ്പൊ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് കിംസിലാണ് മെഡിക്കൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതുവഴിയാണ് പോകുന്നത്. അപ്പൊ മെഡിക്കലിന് മുൻപും എനിക്ക് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. മെഡിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മെഡിക്കലിൽ ഞാൻ ഫിറ്റ് ആയിരുന്നു. വിസ എനിക്ക് അപ്രൂവ് ആയി. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. എല്ലാം ഓക്കെ ആയി ഇരിക്കുന്ന സമയത്താണ് ഞാൻ പോകാൻ 1 ആഴ്ച ഉള്ളപ്പോ എന്റെ അപ്പച്ചൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പച്ചന് മദ്യപാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് ലിവറിന്റെ കണ്ടീഷൻ ഫെയിലിയർ, വളരെ ഒരു സീരിയസ് കണ്ടീഷനിലോട്ടായി. അൺകോൺഷ്യസ്നെസ് ഒക്കെ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ അപ്പച്ചനെ വിളിക്കുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ എല്ലാത്തിനും അപ്പൊ എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. കാരണം 1 ആഴ്ചയുള്ളൂ, പർച്ചേസിംഗ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആകെ ഒരു സങ്കടത്തിലായി. അങ്ങനെ ഡോക്ടർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കറിയാവുന്ന ഡോക്ടറായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ആ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ട്രീറ്റ്മെന്റിൽ പോലും അത് ശരിയാവുമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ ആകെ ഒരു കോൺഷ്യസ്നെസ് ഒന്നും ഇല്ല. അപ്പൊ മെഡിസിൻ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ അവിടെ ചാപ്പൽ ഉണ്ട്. ഞാൻ ബിസി ഹോസ്പിറ്റലിലാണ്. അപ്പൊ ചാപ്പലോട് കയറി കാശും കയ്യിലുണ്ടായിരുന്നു. കാശും ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എന്റെ അപ്പച്ചനും അമ്മയാണ് ഏറ്റവും ആഗ്രഹിച്ചത്, ഞാൻ ഒരു പുറത്തു പോയി കാണാനുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഞാൻ പുറത്തോട്ട് പോകുമ്പോ എന്റെ അപ്പച്ചനും അമ്മയുടെ കൂടെ ഉണ്ടാവണം. ഞാൻ ഫ്ലൈറ്റ് ചെയ്യുമ്പോ അവരെന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ നോക്കിപ്പായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. എന്റെ അപ്പച്ചന് സൗഖ്യം കൊടുക്കണം. ഈ ഒരു വട്ടവും കൂടി ഒന്ന് സൗഖ്യം കൊടുക്കണം.
അങ്ങനെ അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ കാശുമ്പ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തൈലം കുരിശ് വെച്ചു, ഉപ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസപ്രമാണം ചെല്ലി. അത് കഴിഞ്ഞ് എന്റെ പേര് വിളിച്ചു, വൈസ്റ്റാൻഡറിന്റെ പേര് വിളിച്ചു. ഞാൻ റൂമിൽ ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എന്നോട് ആദ്യം പറഞ്ഞത് മാതാവ് ഉണ്ട് എന്നാണ്. അത് കഴിഞ്ഞ് അപ്പച്ചൻ എന്റെ പേര് പറഞ്ഞു. അപ്പം അപ്പച്ചൻ ഓൾറെഡി കോൺഷ്യസ് ആയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഡോക്ടർ പറഞ്ഞു കോൺഷ്യസ് ആയി, പീരിയഡിന്റെ കൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്, എല്ലാം ഓക്കെ ആയി, എനിക്ക് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഞങ്ങൾ അമ്മയെ മാത്രമേ ഉള്ളൂ. ശരിക്കും അമ്മയുടെ കൂടിയുണ്ട്. അപ്പൊ അമ്മമ്മ പെട്ടതാണ്. അപ്പൊ വീട്ടിൽ എന്തായാലും ആളെ വേണം. അപ്പൊ അപ്പച്ചനടുത്ത് ഞാൻ നിൽക്കുവാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല, ഫാമിലി കഴിഞ്ഞിട്ടില്ല.